ഇന്ന് ദുബായിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ഇമെയിൽ സന്ദേശത്തിന് മറുപടി പറയാൻ ശ്രമിക്കാം. ഇമെയിൽ സന്ദേശം ഇതാണ്. ഡിയർ ഡോക്ടർ, one of my friends tell me that coffee drinking may be dangerous and it may cause heart attacks. Is it true? Coffee or tea, which is safer and better for health? ഈ ഇമെയിൽ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കാപ്പി കുടിക്കുന്നത് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുമോ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, കാപ്പിയാണോ ചായയാണോ ഏറ്റവും അപകടം കുറഞ്ഞതെന്നും പ്രയോജനകരമായിരിക്കുന്നതുമെന്നാണ്. ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ആദ്യം ഉത്തരം നൽകാം. കാപ്പി ഹാർട്ട് അറ്റാക്കിന് കാരണമാകില്ല. കാപ്പിയോ അതിലടങ്ങിയിരിക്കുന്ന കഫീനോ ഹൃദ്രോഗത്തിന് കാരണമാകാമെന്നതിന് ഇതുവരെ ശാസ്ത്രീയമായ ഒരു തെളിവുമില്ല. മറിച്ച് കാപ്പി കുടിക്കുന്നവരിൽ ഹാർട്ട് അറ്റാക്ക് അല്പമെങ്കിലും കുറഞ്ഞിരിക്കുന്നുവെന്ന് തെളിവുകളുണ്ട് താനും. കാപ്പിയെപ്പറ്റി അനേക ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് ഹോളണ്ടിൽ അതിവിപുലമായ ഒരു പഠനം നടത്തുകയുണ്ടായി. താരതമ്യ പഠനം തന്നെ നടത്തി അവർ പറയുന്നത് കാപ്പി അപകടരഹിതമാണ് എന്നാണ്. ഈ കോഫി ഗർഭിണികളിൽ വളരെ മിതമായ ഉപയോഗിക്കാവുന്ന അപകടം ഉണ്ടായേക്കാമെന്ന് പണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു. അതും ശരിയാണെന്ന് പറയുന്നില്ല. വളരെ മിതമായ തോതിൽ ഗർഭിണികളിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. മിക്കവർക്കും പ്രഭാതത്തിലെ 1 കപ്പ് കാപ്പി ഒരു എനർജി ബൂസ്റ്ററാണ്. അന്നത്തെ ജോലിയെല്ലാം അടുക്കോടെ ആരംഭിക്കുന്നതിനുള്ള ഒരു പ്രചോദനം. വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത ഒരു അപൂർവ അപകടങ്ങളില്ലാത്ത ഉത്തേജക വസ്തുവാണ് കോഫി എന്ന് പറയാം. മാത്രവുമല്ല, കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് മൂലം ചില പ്രയോജനങ്ങൾ ഉണ്ട് താനും. ബ്ലഡ് ഷുഗർ കുറച്ചുകൂടി കാര്യക്ഷമമായി നിയന്ത്രിക്കുന്നതിന് കാപ്പി കൊണ്ട് സാധിച്ചേക്കും. റെഗുലറായി കാപ്പി കുടിക്കുന്നവരിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആരംഭിക്കുന്നത് കുറച്ചുകൂടി താമസിച്ചാണെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുമുണ്ട്. ഈ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതിന് പഞ്ചസാരയോ പാലോ ചേർക്കാതെ കട്ടൻ കാപ്പി കുടിക്കുന്നവരിലാണ്. മറ്റൊരു ഗവേഷണ പഠനം കാണിക്കുന്നത് പാർക്കിൻസൺസ് ഡിസീസ് പ്രതിരോധിക്കുന്നതിലും കാപ്പി സഹായിച്ചേക്കാമെന്നാണ്. കഫീൻ ബ്രെയിനിൽ ഡോപ്പാമിൻ്റെ അളവ് കുറച്ചുകൂടി സുലഭമാക്കുന്നത് മൂലമാണ് ഇത് സാധ്യമാകുന്നത് എന്നാണ് ഗവേഷകർ കരുതുന്നത്. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിൽ ഉണ്ടാകുന്ന ഗോൾ സ്റ്റോൺസ് കാപ്പി കുടിക്കുന്നവരിൽ താരതമ്യേന കുറവാണ്. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ ബൈല് ഗോൾ സ്റ്റോൺസ് ആകാതിരിക്കാൻ സഹായിച്ചേക്കും എന്നാണ് നിഗമനം. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന മരുന്നുകൾ മുൻകാലങ്ങളിൽ ആസ്മ ചികിത്സയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ ഫലപ്രദമായ ആസ്മ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ലഭ്യമായതിനാൽ കഫീൻ ചേർത്ത മരുന്നുകൾ ഇന്ന് ഉപയോഗിക്കാറില്ല. എങ്കിലും ശ്വാസകോശത്തിലെ സ്മൂത്ത് മസിൽസ് കൂടുതൽ റിലാക്സ് ചെയ്യാൻ കാപ്പി സഹായിക്കും. എങ്കിലും അമിതമായ കാപ്പി കുടി, ദിവസവും 5 കപ്പിൽ കൂടുതൽ കാപ്പി കുടിച്ചാൽ അത് ഉറക്കക്കുറവിനും ആങ്സൈറ്റിക്കും ഇറിറ്റബിലിറ്റിക്കുമൊക്കെ കാരണമായേക്കാം. കാഫി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അമിതമായ കാഫീൻ ഇൻടേക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടിയേക്കും. അതുകൊണ്ട് ഹാർട്ട് റിതംസിന് അബ്നോർമാലിറ്റി ഉള്ളവർ, ഏട്രിയൽ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ തുടങ്ങിയ രോഗമുള്ളവർ കാപ്പി കൂടുതൽ കുടിക്കുന്നതിന് മുമ്പ് കാർഡിയോളജിസ്റ്റിൻ്റെ അഭിപ്രായം ചോദിച്ചിരിക്കുന്നതാണ് ഉചിതം. രണ്ടാമത്തെ ഇമെയിലിലെ ചോദ്യം, കാപ്പിയാണോ ചായയാണോ ഏതാണ് കൂടുതൽ ഉത്തമം പ്രയോജനകരമെന്നാണ്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണിത്. എവിടോട്ടിറങ്ങിയാലും ഏത് വീട്ടിൽ ചെന്നാണ് ചോദിക്കും കാപ്പി വേണോ ചായ വേണോ എന്ന്.
ഇത് ജീവൻ മരണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു ചോദ്യമല്ല. സാധാരണഗതിയിൽ എൻ്റെ വ്യക്തിപരമായ ഉപദേശം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു കൊള്ളുവാനാണ്. എങ്കിലും ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചായയ്ക്ക് കാപ്പിയേക്കാൾ അല്പം കൂടി പ്രയോജനമുണ്ടെന്ന് സമ്മതിച്ചേ പറ്റൂ. ചായയിൽ കാപ്പിയിലുള്ളതിനേക്കാൾ കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. തന്മൂലം ടീ കാപ്പിയേക്കാൾ അല്പം കൂടുതൽ ഹൃദ്രോഗത്തെയും ക്യാൻസറിനെയും അൽഷൈമേഴ്സ് ഡിസീസിനെയും സ്പോറോസിനെയും പ്രതിരോധിച്ചേക്കാമെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ടീ രക്തധമനികളിലെ സ്മൂത്ത് മസിൽസ് കുറച്ചുകൂടി റിലാക്സ് ചെയ്യേക്കാമെന്നതിനാൽ അവ ഉപയോഗിക്കുന്നവരിലെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും അല്പമെങ്കിലും കാപ്പി കുടിക്കുന്നവരെക്കാൾ കുറഞ്ഞിരിക്കും. ടീ കാപ്പിയേക്കാൾ കൂടുതൽ നമ്മുടെ മെറ്റബോളിസം അല്പം കൂടി ത്വരിതഗതിയിലാക്കിയേക്കാമെന്നതിനാൽ ഫാറ്റ് മെറ്റബോളിസം, ഫാറ്റ് ബേൺ ചെയ്യുന്നതിന് ഇത് കുറച്ചുകൂടി കൂടുതൽ സഹായിക്കും. കാപ്പിയേക്കാൾ അല്പം കുറവ് സ്റ്റെയിനിങ് മാത്രമേ ചായ ഉണ്ടാക്കുന്നുള്ളതെന്നതിനാൽ ചായ കുടിക്കുന്നവർ കാപ്പി കുടിക്കുന്നവരെക്കാൾ അല്പം കൂടി സുന്ദരന്മാരോ സുന്ദരികളോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. 4500 വർഷമായി ചൈനയിൽ ഉപയോഗിച്ചു വരുന്ന ഗ്രീൻ ടീ ഞാൻ മുൻപറഞ്ഞ ഗുണങ്ങളെക്കാൾ കൂടുതൽ ചില ഔഷധ ഗുണങ്ങൾ കൂടി ഉണ്ട് എന്ന് ഗവേഷകർ പറയുന്നു. ഗ്രീൻ ടീയുടെ രുചി സ്വീകരിക്കാൻ തയ്യാറുള്ളവർ അതിലേക്ക് മാറുന്നതും വളരെ നല്ലതാണ്. പലതവണ ഞാനത് ശ്രമിച്ചു നോക്കിയിട്ടും എൻ്റെ ടേസ്റ്റ് ബഡ്സ് ഇപ്പോഴും ഗ്രീൻ ടീക്ക് അനുകൂലമാക്കി മാറ്റുവാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പണ്ട് 85 വയസ്സുള്ള എൻ്റെ ഒരു ഐറിഷ് രോഗി എന്നോട് പറഞ്ഞത് ഓർമ്മയിലെത്തിയത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഡോക്ടറെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഡോക്ടർമാർക്ക് ഉപ്പ് പാടില്ലെന്ന് പറയും, ഇറച്ചി കുറയ്ക്കണമെന്ന് പറയും, പാലും വെണ്ണയും ഒഴിവാക്കണമെന്ന് ഉപദേശിക്കും, പുകവലി പാടില്ലെന്ന് പറയും, മദ്യം വർജിക്കണമെന്ന് പറയും, എയ്ഡ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരസ്ത്രീ സംസർഗവും പാടില്ലെന്ന് പറയും. ഞാനെന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഡോക്ടർമാർക്ക് മനുഷ്യന് സന്തോഷം നൽകുന്ന എല്ലാ കാര്യങ്ങളോടും എന്തിനാണ് ഈ എതിർപ്പെന്ന്? കാപ്പിയുടെയും ചായയുടെയും കാര്യത്തിലെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയാം, ഡോക്ടർമാർക്ക് ഒരു എതിർപ്പുമില്ലെന്ന്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് അനുഭവിച്ചുള്ളൂ, സന്തോഷിച്ചുള്ളൂ. കണ്ടിന്യൂ എൻജോയിങ് കോഫി ഓർ ടീ ആസ് യു പ്രിഫർ. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.